ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് കുറച്ച് കങ്കാരുക്കളെ കണ്ടാലോ? ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഒത്തിരി കാടും വേക്കൻ്റ് സ്ഥലവും ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഈ ഭാഗത്ത് അധികം കങ്കാരുക്കളില്ല കേട്ടോ. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ അവിടെയെല്ലാം ഒത്തിരി കങ്കാരുക്കളെ കാണാറുണ്ട്. ഞാൻ എപ്പോഴും കൗതുകത്തോടെ നോക്കി നിൽക്കും, ഫോട്ടോ ഒക്കെ എടുത്ത് വീട്ടിലേക്കൊക്കെ അയച്ചൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും കങ്കാരു എന്ന് പറയുമ്പോൾ എൻ്റെ മോള് പറയും, അമ്മ അങ്ങനെയല്ല പറയേണ്ട, കാങ്കുരു എന്ന് പറയണം. ഇവിടെ അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. കങ്കാരുവിന് ആ പേര് കിട്ടിയതൊക്കെ നിങ്ങളെല്ലാവരും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അത് നോക്കിക്കേ, മുഴുത്ത കങ്കാരുവാണ്. എല്ലാവരും കണ്ടോ? നമ്മളെ കണ്ടപ്പോൾ രണ്ട് കാലിൽ എണീറ്റ് നിന്നത്. ഈ അമ്മയുടെ വയറ്റിൽ നിന്ന് രണ്ട് കാല് വെളിയിൽ നിൽക്കുന്ന കണ്ടില്ലേ, അത് കുഞ്ഞു കിടക്കുന്നതാണ് കേട്ടോ. കുഞ്ഞുങ്ങൾ ഓടാൻ തുടങ്ങിയാലും അവർ കുറേ കാലം കൂടി വലുതായാലും സഞ്ചിക്കകത്ത് എപ്പോഴും കയറിയിരിക്കും. നമ്മളെ കാണുമ്പോഴത്തേനും ചെറിയ കുഞ്ഞുങ്ങൾ ഓടി ചെന്ന് വയറ്റിൽ കയറിയിരിക്കുന്ന കാണുന്നത്. ഇത് കണ്ടോ, ഒരാൾ തല പുറത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ എപ്പോൾ കണ്ടാലും എനിക്ക് ഭയങ്കര കൗതുകമാണ്. ഞാൻ പോയി ഇങ്ങനെ നോക്കി നിൽക്കുകയൊക്കെ ചെയ്യും. ഇവർ നമ്മളെ കാണുമ്പോഴത്തേനും രണ്ട് പുറകിലത്തെ കാല് കൊണ്ട് മാത്രമാണ് ഓടുന്നത്. മുന്നിലത്തെ കാല് അവർ ഓടാൻ ഉപയോഗിക്കത്തില്ല. അതിൻ്റെ വാലുകൊണ്ട് ഒരു അടി കിട്ടിയാൽ നല്ല കിട്ടലായിരിക്കും. അതുകൊണ്ട് ഒത്തിരി അടുത്തേക്ക് പോകാനായിട്ട് പേടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ റോഡിൽ കൂടെ എപ്പോഴും പോകുന്നതാണ്. അപ്പോൾ റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കൗതുകമല്ല, പേടിയാണ്. കാരണം നമ്മുടെ വണ്ടിയിലെങ്ങാനും വന്ന് ഇടിച്ചിട്ടുണ്ട്, വണ്ടിയുടെ ഇടിക്കുന്ന ഭാഗം ശരിയായി കിട്ടും, അപ്പം മാത്രം പേടിയാണ് കേട്ടോ. എന്നാലും ചെറിയ കങ്കാരുക്കളൊക്കെ എപ്പോഴും വഴിയിൽ ചത്ത് കിടക്കുന്നത് കാണാം. കങ്കാരുവിൻ്റെ ഇറച്ചി ഇവിടെ ഉപയോഗിക്കും, പക്ഷെ ആരും കങ്കാരുവിനെ പിടിച്ച് തിന്നത്തൊന്നുമില്ല. നമ്മളിങ്ങനെ ഇന്ത്യക്കാരൊക്കെ പോയി ഇതിനെ കാണുമ്പോൾ നോക്കി നിൽക്കുന്ന പോലെ ഇവിടുത്തെ ആൾക്കാരങ്ങനെ നോക്കി നിൽക്കത്തൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ പുറത്തുനിന്ന് വരുന്നവർ ആനയെ കാണുമ്പം കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന പോലെ നമ്മൾ എത്ര നാൾ ഇവിടെ ജീവിച്ചാലും ഇതിനെ കാണുമ്പോഴത്തേനും ഓടിച്ചെന്ന് നോക്കും, ഫോട്ടോ എടുക്കും, ഫോട്ടോ എടുത്ത് വീട്ടിലോട്ട് അയച്ചൊക്കെ കൊടുക്കും. അപ്പം ഞാനും അതുപോലെ കൗതുകത്തോടെ എവിടെ കണ്ടാലും നോക്കാറുണ്ട് കേട്ടോ. അപ്പം കങ്കാരുക്കളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.